മക്കളെ, എല്ലാവരും എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയല്ലോ. നമുക്ക് ബീർബഹുട്ടി എന്ന കഹാനിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ഓക്കെ, പിന്നീട് ഡയറി, പത്ര, പടുക്കഥ ഒക്കെ നമുക്ക് വഴിക്ക് നോക്കാട്ടോ. ബീർബഹുട്ടി कहानी के मुख्य पात्र कौन कौन है? फर्स्ट क्वेश्चन, साहिल और बेला। यहाँ किस मौसम का चित्रण हुआ है? बरसात के मौसम का चित्रण। बेला और साहिल स्कूल के लिए घर से कुछ समय पहले निकलते थे, क्यों? ബീർബഹുട്ടിയോं से मिलने के लिए. ബീർബഹുട്ടികളെ കാണാൻ വേണ്ടിയാണ് ആ കുട്ടികൾ സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ബീർബഹുട്ടിയോं की विशेषताएं क्या क्या है? ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്വർഗ, മുലായം, ഗദ്ബദി, ചൽത്തി ഫിർത്തി, ഗൂൻകി, പ്യാരി പ്യാരി, ബൂന്ദേം ജൈസി. बेला और साहिल ബീർബഹുട്ടിയോं को कैसे खोजते थे? എങ്ങനെയാണ് ബേലയും സാഹിലും ബീർബഹുട്ടികളെ അന്വേഷിച്ചിരുന്നത്? एक दूसरे के बहुत नजदीक रहकर. രണ്ടുപേരും വളരെ അടുത്തിരുന്നിട്ട്, ഒരാൾ മറ്റൊരാളുടെ വളരെ അടുത്തിരുന്നിട്ട്, ഒട്ടിയിരുന്നിട്ട്. സടുക്കർ, അത് ചോദിക്കും നമുക്ക് എക്സാമിനിട്ട്. സടുക്കർ എങ്ങനെ ഇരുന്നിട്ടാണ് ചോദിക്കും. സടുക്കർ. നസ്ദീഖ്, വളരെയധികം അടുത്ത് ചേർന്നിരുന്നിട്ട്. ബിൽക്കുൽ സടുക്കർ, തികച്ചും ഒട്ടിയിരുന്നിട്ട്. സടുക്കർ, ചേർന്നിരിക്കുക. ബാരിഷ് കി ഗന്ധ് ഭരി ജമീൻ പർ ബൈഠ്കർ. മഴ പെയ്തിട്ട് മഴയുടെ ആ പുതുമണ്ണിന്റെ ഗന്ധമുള്ള മണ്ണിൽ, ആ നനഞ്ഞ മണ്ണിലിരുന്നിട്ട് ബീർബഹുട്ടിയോं को खोजते थे, ബീർബഹുട്ടികളെ അവര് അന്വേഷിച്ചിരുന്നു. पाइन में स्याही भरवाने के लिए कितने पैसे देते थे? 5 पैसे. ആ സമയങ്ങളില് പേനയിൽ മഷി നിറയ്ക്കാൻ എത്ര പൈസയാണ് അവർ കൊടുത്തത്? എത്ര പൈസയാണ് അവർക്ക് ആയത്? 5 പൈസ അല്ലെ? 5 പൈസ. पाइन में स्याही भरवाने के लिए कितने पैसे, कितने പറഞ്ഞ എത്ര, എത്ര പൈസയാണ് നൽകിയത് അവര് പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടിട്ട്? 5 പൈസ. ബേല और സാഹിൽ ക്യോം ദുക്കാൻ പഹുഞ്ചി. ബേലയും സാഹിലും എന്തിനാണ് കടയിലേക്ക് പോയത്? പൈൻമേ സ്യാഹി ഭർവാനെ കെ ലിയെ, പേനയില് മഷി നിറപ്പിക്കാൻ വേണ്ടി. ഭർവാനെ കെ ലിയെ, നിറപ്പിക്കാൻ വേണ്ടിയാണ് ബേലയും സാഹിലും എവിടെ പോയത്? കടയിലേക്ക് പോയത്. ദുക്കാൻ പഹുഞ്ചിനെ കെ പഹലെ സാഹിലിനെ ക്യാ കിയ. കടയിൽ എത്തുന്നതിന് മുമ്പായിട്ട് സാഹിൽ എന്താണ് ചെയ്തത്? പൈൻമേ ബെചി ഹുയി സ്യാഹി ജമീൻ പർ ചിടക് ദി. പേനയിൽ ശേഷിച്ചിരുന്ന മഷി അവൻ തറയിൽ കുടഞ്ഞു കളഞ്ഞു. ചിടക്കിന കുടയുക, ജമീൻ തറ, ഭൂമി, ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. കയ്യിലുണ്ടായിരുന്ന മഷി, പേനയിലുണ്ടായിരുന്ന മഷി. बादल को देखकर गधे को नहीं टुलाना चाहिए. दुकानदार ने ऐसा क्यों कहा? മഴക്കാറ് കണ്ടിട്ട്, ബാദൽ, മഴക്കാറ് കണ്ടിട്ട് എന്ത് ചെയ്യരുത്? ഗഡേക്കോ നഹി ടുലാനാ ചെയ്യ, കുടം കമിഴ്ത്തരുത്. ദുക്കാൻദാർ എന്താണ് അങ്ങനെ പറയാൻ കാരണം? കടക്കാരൻ അവരോട് പറഞ്ഞു, ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നഹി ടുലാനാ ചാഹിയെ. അങ്ങനെ പറഞ്ഞല്ലോ. എന്താണ് കടക്കാരൻ അങ്ങനെ പറയാനുണ്ടായ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സാഹിലിനെ സ്യാഹി ഭർവാനെ സേ പഹലെ पाइन में बेची हुई कुछ स्याही को जमीन पर छिड़क दिया. സാഹില് മഷി നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് പേനയിൽ ശേഷിച്ചിരുന്ന മഷിയെ തറയിൽ കുടഞ്ഞു കളഞ്ഞു. ലേക്കിൻ ദുക്കാൻ മേ സ്യാഹി ഖതം ഹോ ഗയി തി. പക്ഷേ കടയിലാണെങ്കിൽ മഷി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ മഷി ഉണ്ടായിരുന്നില്ല. ഖതം ഹോന അവസാനിക്കുക, തീരുക, തീർന്നു പോയിട്ടുണ്ടായിരുന്നു.
തോ ദുഖാൻദാറിനെ ഐസ കഹ. അതുകൊണ്ടാണ് കടക്കാരൻ അങ്ങനെ പറഞ്ഞത്. ആകാശ് മേ ദിഖായി ദേനെ വാലെ സബീ ബാദൽ ബർസത്തെ നഹീം. ആകാശത്തിലുള്ള എല്ലാ മഴക്കാറും മഴയായിട്ട് പെയ്യണം എന്നില്ല. പാനി ബർസനെ കെ പഹലെ ഗഡാക്ക പാനി നഹീ ടുലാന ചാഹിയെ. മഴ പെയ്ത് വെള്ളം കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുടത്തിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് എടുത്ത് കളയരുത്. ടുലാന ചാഹിയെ, കമിഴ്ത്തി കളയരുത്. അന്താസ ലേക്കർ കാം കർണ ടീക്ക് നഹീ ഹെ. അതായത് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചധികം ഉണ്ട് ഇതിന്റെ ആൻസർ അല്ലെ. അപ്പൊ ഇതിനെ ഷോർട്ടായിട്ട് എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോച്ച് വിചാർ കെ ബിനാ കുച്ച് നഹീം കർണ ചാഹിയെ, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. ബാദൽ കോ ദേക്കർ ഗഡെ കോ നഹീം ടുലാന ചാഹിയെ ദുക്കാൻദാറിനെ ഐസാ ക്യോം കഹ എന്നതിന്റെ ആൻസർ ആയിട്ട് സോച്ച് വിചാർ കെ ബിനാ കുച്ച് നഹീം കർണ ചാഹിയെ, അത് ഞാൻ എഴുതിയിട്ടില്ല. അതായത് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കരുത്, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അത് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ. എന്താണ്? സോച്ച് വിചാർ കെ ബിനാ കുച്ച് നഹീം കർണ ചാഹിയെ. एक काम करने के पहले 2 बार सोचना चाहिए. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 बार 2 തവണയെങ്കിലും സോച്ചന ചാഹിയെ, ചിന്തിക്കണം. एक काम करने के पहले 2 बार सोचना चाहिए. ഓക്കെ. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 തവണയെങ്കിലും ചിന്തിക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിൽ സിമ്പിളായിട്ട് തോന്നണത് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇത് കുറച്ചധികം ഉള്ളതുകൊണ്ട് പഠിക്കാൻ പ്രയാസമാവും എന്ന് കരുതിയിട്ടാണ് ആൻസർ പറഞ്ഞത്. ഇനി ബാക്കി നോക്കാം. ബച്ചേ ഉൻസേ കാമ്പത്തെ ദേ കിൻസേ. കുട്ടികൾ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. ആരെയാണ് കുട്ടികൾ ഭയപ്പെട്ടിരുന്നത്? ഗണിത കെ മാട്സാവ് സുരേന്ദർ ജീസെ. ആരെയാണ്? ഗണിത കെ മാട്സാവ് സുരേന്ദർ ജീസെ. ഗണിതത്തിന്റെ മാസ്റ്ററായ സുരേന്ദർ ജിയെയാണ് കുട്ടികൾ ഭയന്നിരുന്നത്. സുരേന്ദർ മാട്ട് സാബ് കക്ഷാമേം കൈസേ വ്യവഹാർ കർത്തേ थे. സുരേന്ദർ മാസ്റ്റർ ജി ക്ലാസ്സിൽ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? എങ്ങനെയുള്ള സ്വഭാവമാണ് അദ്ദേഹം കാണിച്ചത് ക്ലാസ്സിൽ എന്നാണ് ചോദിച്ചത്. വേ പീരീഡ് മേം കോപ്പി ജാഞ്ചത്തെ थे. അദ്ദേഹം ആ പീരീഡിൽ, അദ്ദേഹത്തിന്റെ പീരീഡിൽ എന്ത് ചെയ്യുമായിരുന്നു? നോട്ട് ബുക്ക് പരിശോധിക്കുമായിരുന്നു. ജരാസി ഗലത്തി പർ ബച്ചോं को इधर उधर फेंक देते थे या झापड़ मारते थे. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിന് പോലും അദ്ദേഹം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുകയും, ഫേങ്കന ഇതർ ഉദർ ഫേങ്കന അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് എറിയുക, അതായത് അങ്ങോട്ടും പിടിച്ച് തള്ളുക, ജാബട് മാറന നന്നായിട്ട് അടിക്കുക. ബച്ചെ ഉനക്കി സജാസെ ഡർത്തേ थे. കുട്ടികളെല്ലാം അദ്ദേഹത്തിന്റെ ശിക്ഷയെ ഭയന്നിരുന്നു. അദ്ദേഹം നന്നായിട്ട് കുട്ടികളെ ശിക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും അദ്ദേഹത്തിന്റെ ശിക്ഷയെ ഭയന്നിരുന്നു. മാട്ട് സാബ് കെ വ്യവഹാർ സേ ക്യാ ആപ് സഹമത് ഹേ ക്യോം. ഈ മാസ്റ്റർ ജിയുടെ സ്വഭാവത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? യോജിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ആൻസർ എഴുതുന്നതെങ്കിൽ എന്തുകൊണ്ട്? സഹമത്ത് നഹീൻ, അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. സഹമത്ത് നഹീൻ, യോജിക്കുന്നില്ല. छोटी सी गलती पर बच्चों को इस प्रकार की सजा देना ठीक नहीं. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിന് കുട്ടികളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയായ കാര്യമല്ല. യഹ് ബച്ചോं के अधिकार के खिलाफ है. ഇത് കുട്ടികളുടെ അധികാരത്തിന് എതിരാണ്. ഇത് കുട്ടികളുടെ അധികാരത്തിന്റെ വിപരീതമായിട്ടാണത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിന് കുട്ടികളെ ശിക്ഷിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്നാണ് ഇവിടെ ആൻസർ കൊടുത്തത്. ബേലാക്ക മൻ ഖരാബ് ഹോ ഗയാ. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. എന്തുകൊണ്ടാണ് ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചത്? ക്യോം, ഇവിടെ ക്യോം എന്നും കൂടെ ഉണ്ടാവും കേട്ടോ ഈ ക്വസ്റ്റ്യനില്.
एक दिन सुरेंद्र मार साहब ने गलती से बैला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദർ മാറ്റ് സാബ് തെറ്റായിട്ട് ബേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. അതായത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു, അവളുടെ നോട്ട് തെറ്റാണ് എന്ന് അദ്ദേഹം കരുതി. അയാളുടെ തെറ്റിദ്ധാരണ കാരണമാണ് അവളുടെ മുടിക്ക് പിടിച്ചത്. ബേല കി കോയി ഗലത്തി നഹീ തി. ബേല ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വഹ് ഡർ സേ കാംബ് രഹി തി. അവൾ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. സാഹിൽ കെ സാമനെ യേ സബ് ഹോ രഹേ ഥേ. സാഹിലിന് മുമ്പിൽ അവൾ എല്ലാമായിരുന്നു. ഇസ്ലിയെ ബേല ഖുദ് കോ ശർമിദ മഹസൂസ് കർ രഹി ഥി. അതുകൊണ്ട് തന്നെ ബേലയ്ക്ക് സ്വയം ലജ്ജ തോന്നാൻ തുടങ്ങി. സാഹിലിന് മുമ്പിൽ അവള് ചെറുതായി പോയി എന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് അവൾക്ക് ലജ്ജ ഉണ്ടാവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ബേല സാഹിൽ സേ നസർ നഹീ മിലാ പായി ക്യോ. ബേലയ്ക്ക് സാഹിലിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. നസർ മിലാപാന. നസർ മിലാന പറഞ്ഞാൽ എന്താണ് എന്നൊരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നസർ മിലാന മൂഹ് സേ ദേഖന, മുഖത്തേക്ക് നോക്കുക. ബേല സാഹിൽ സേ നസർ നഹി മിലാ പായി. ബേലയ്ക്ക് സാഹിലിന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല. ക്യോ, എന്തുകൊണ്ട്? ബേല ഖുദ് കോ സാഹിൽ കെ സാമനെ അച്ചി ദിഖാന ചാഹത്തി ഥി. ബേല സ്വയം സാഹിലിന് മുമ്പിൽ എപ്പോഴും നല്ല കുട്ടിയായിട്ട് കാണാൻ, ബേല എപ്പോഴും സാഹിലിന്റെ മുമ്പില് നല്ല കുട്ടിയായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. സാഹിൽ അവളെ നല്ല കുട്ടിയായിട്ട് കാണണം എന്നാണ് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. ലേക്കിൻ സാഹിൽ കെ സാമനെ മാഡ് സാബിനെ ബേല കെ ബാലോ മേ പഞ്ചാ ഫംസായ. പക്ഷെ സാഹിലിന് മുമ്പിൽ വെച്ചിട്ട് മാസ്റ്റർജി എന്തു ചെയ്തു? ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. യഹ് സ്വയം കോ ശർമിദ മഹസൂസ് കർണേ ലഗി ഥി. വഹ് സ്വയം കോ, അവൾക്ക് സ്വയം ലജ്ജ തോന്നാൻ തുടങ്ങി. മഹസൂസ് കർണ പറഞ്ഞാല് തോന്നുക, അനുഭവപ്പെടുക. അവൾക്ക് സ്വയം ലജ്ജ അനുഭവപ്പെടാൻ തുടങ്ങി. ഇസ്ലിയെ സാഹിൽ സേ നസർ നഹി മിലാ പായി. ഇതുകൊണ്ടാണ് അവൾക്ക് സാഹിലിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതിരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കാം. ഓക്കെ.